ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2024 സെപ്റ്റംബർ 7-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സാണ് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് 23ാമത് ലോ കമ്മീഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ 22ാമത്തെ ലോ കമ്മീഷൻ്റെ കാലാവധി അടുത്തിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 23ാമത് ലോ കമ്മീഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുതിയതായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ബേസിക് ആയിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. The Law Commission of India is a non-statutory advisory body established by the Ministry of Law and Justice to conduct research and recommend law reforms. It is an executive body. അതായത് ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി അഡ്വൈസറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിയമത്തിൻ്റെ പിൻബലത്തിൽ ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതങ്ങനെ നിയമത്തിൻ്റെ പിൻബലത്തിലൊന്നുമല്ല, ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ ബേസിസിൽ ഫോം ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു എക്സിക്യൂട്ടീവ് ബോഡിയാണ്, പക്ഷേ അതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൂടിയാണ്. അതായത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു അഡ്വൈസറി ബോഡിയാണ്. അഡ്വൈസറി ബോഡി എന്ന് പറഞ്ഞാൽ ഇത് പറയുന്ന ഈ ഒരു കമ്മീഷൻ പറയുന്ന റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ഒരു അഡ്വൈസ് ആയിട്ട് മാത്രം എടുത്താൽ മതി. അതൊരു ബൈൻഡിങ് അഡ്വൈസുകളല്ല, അതായത് അത് പാലിക്കണം എന്നുള്ളത് നിർബന്ധമില്ല. അപ്പം അങ്ങനെയുള്ളൊരു ബോഡിയാണ്, അങ്ങനെയുള്ളൊരു ടൈപ്പ് ഓഫ് ബോഡിയാണ് ലോ കമ്മീഷൻ. എന്താണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം? ലീഗൽ റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ റിസർച്ച് നടത്തി ഗവൺമെൻറ്റിന് റെക്കമെൻഡേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം. പിന്നെ അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിൻ്റെ കീഴിലാണ് ഈ ഒരു കമ്മീഷൻ വരുന്നത്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ ലോ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ആവുന്നത് 1834 അത് ഏത് നിയമത്തിൻ്റെ അണ്ടറിലാണ്? 1833 ചാർട്ടർ ആക്ടിൻ്റെ കീഴിലാണ് 1834 ആദ്യത്തെ ലോ കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ചെയർ ചെയ്തിട്ടുള്ള പേഴ്സൺ ലോർഡ് മെക്കൗലെ ആയിരുന്നു. ആ ഒരു ലോ കമ്മീഷനാണ് പ്രധാനമായിട്ടും പീനൽ കോഡും അതുപോലെ തന്നെ ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഒക്കെ അതുമായി ബന്ധപ്പെട്ട ലോസൊക്കെ കോഡിഫൈ ചെയ്യാനായിട്ട് പ്രവർത്തിച്ചത്. പിന്നെ അതിനുശേഷം ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ കേസ് വരികയാണെങ്കിൽ ആദ്യത്തെ ലോ കമ്മീഷൻ വരുന്നത് 1955 ആ സമയത്തെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്ന MC സെറ്റൽവാർഡ് ആയിരുന്നു ഫസ്റ്റ് ലോ കമ്മീഷനെ ചെയർ ചെയ്തിരുന്നതിൽ. ചെയർപേഴ്സൺ ഓഫ് ഫസ്റ്റ് ലോ കമ്മീഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്ന് പറയുന്നത് MC സെറ്റൽവാർഡ് ആയിരുന്നു. ഇനി അടുത്ത് പറയുന്നത് ഇപ്പോഴത്തെ 23rd ലോ കമ്മീഷനെ കുറിച്ചിട്ട്. ദ യൂണിയൻ ഗവൺമെൻറ് ഹാസ് നോട്ടിഫൈഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 23rd ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ വിത്ത് ഇഫക്ട് ഫ്രം September 1, 2024 ടു August 31, 2027. അപ്പോൾ നിങ്ങൾക്ക് കാലാവധി ഈ ഒരു ഇയറിൽ നിന്ന് കിട്ടും. 2024 മുതൽ 2027 വരെ, അതായത് 3 വർഷം കാലയളവാണ് ഒരു ലോ കമ്മീഷൻ ഉള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ 23ാമത് ലോ കമ്മീഷൻ്റെ കാലാവധി September 1, 2024 മുതൽ August 31, 2027 വരെയാണ്. ഇനി to date 23 law commissions have been appointed, each serving a fixed 3-year term continuing the traditional legal review and reforms. ഇതുവരെ 23 ലോ കമ്മീഷൻസ് ആണ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. 3 വർഷ കാലയളവിൽ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ലീഗൽ റിവ്യൂ ആൻഡ് റിഫോംസ് ചെയ്യാന്നുള്ളതാണ്. ഇതിൻ്റെ ബോഡി എങ്ങനെയാണ്, അതിൻ്റെ മെമ്പേഴ്സ് എങ്ങനെയാണ്? ഇൻക്ലൂഡ് എ ചെയർപേഴ്സൺ, യൂഷ്വലി എ റിട്ടയർഡ് സുപ്രീം കോർട്ട് ജഡ്ജ് ഓർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്, 4 full-time members, up to 5 part-time members and ex-officio members. ഇതൊക്കെ ചേർന്നതാണ് ലോ കമ്മീഷൻ. ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും. സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു സുപ്രീം കോടതി ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്ത ആളോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന റിട്ടയർഡ് ആളോ ആയിരിക്കും. പിന്നെ 4 full-time members ഉണ്ടാവും. പിന്നെ മാക്സിമം 5 പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ടാവും. പിന്നെ എക്സ്-ഒഫീഷ്യോ മെമ്പേഴ്സും കാണും. അതെന്ന് പറയുന്നത് ലീഗൽ അഫയേഴ്സ്, ലെജിസ്ലേറ്റീവ് സെക്രട്ടറീസ് ഒക്കെ ആയിരിക്കും ഈ എക്സ്-ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടാവുക. പിന്നെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത 23ാമത് ലോ കമ്മീഷന് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പണ്ടത്തെ അല്ലെങ്കിൽ മുൻപത്തെ ലോ കമ്മീഷൻ്റെ ഏകദേശം അതേ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ അതേ ലക്ഷ്യങ്ങൾ തന്നെയാണ് ഇവർക്കും ഉള്ളത്. നോക്കാം. ഐഡൻറ്റിഫൈ ഒബ്സല്യൂട്ട് ലോസ് ഫോർ റിപ്പീൽ, അതായത് കാലഹരണപ്പെട്ട നിയമങ്ങൾ ഏതൊക്കെയാണ്, അത് ഏതൊക്കെയാണ് അങ്ങനെ ഒഴിവാക്കേണ്ടത്. ക്രിയേറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയേഴ്സ് ഫോർ ലോ റിവ്യൂസ്, അതായത് ഓരോ നിയമങ്ങളും റിവ്യൂ ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യണം. അമെൻഡ് ലോസ് ഇൻ ലൈൻ വിത്ത് എക്കണോമിക് നീഡ്സ്, അതായത് സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ നിയമങ്ങൾ എങ്ങനെയൊക്കെ അമെൻഡ് ചെയ്യണം. ഇവാലുവേറ്റ് ലോസ് എഗെയിൻസ്റ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് സോഷ്യോ എക്കണോമിക് നീഡ്സ്, അതായത് നമ്മുടെ ഭരണഘടനയിലുള്ള
ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ട് അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുന്ന നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സാമൂഹിക ആവശ്യങ്ങൾക്കെതിരെ നിൽക്കുന്ന നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ഗവൺമെന്റിന് അവിടെ റെക്കമെൻഡേഷൻസ് കൊടുക്കണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് 23rd ലോ കമ്മീഷന് കൊടുത്തിരിക്കുന്ന ടാസ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ലോ കമ്മീഷൻ. ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് ഇത്രയും ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. നെക്സ്റ്റ് ബറക്ക ന്യൂക്ലിയർ എനർജി പ്ലാന്റിനെ കുറിച്ചിട്ടാണ്. ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE ഹാസ് കംപ്ലീറ്റഡ് ദ അറബ് വേൾഡ്സ് ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ദ ബറക്ക ന്യൂക്ലിയർ എനർജി പ്ലാന്റ് അക്കോർഡിംഗ് ടു ദ എമിറേറ്റ്സ് ന്യൂക്ലിയർ എനർജി കോർപ്പറേഷൻ. ഇപ്പോൾ അടുത്തിടെയാണ് അറബ് ലോകത്തിന്റെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആയിട്ടുള്ള ബറക്ക ന്യൂക്ലിയർ എനർജി പ്ലാന്റ് അതിന്റെ പണിയൊക്കെ പൂർത്തിയാക്കിയത്. അത് UAE ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. The 4-reactor facility will supply 25% of UAE's energy needs, roughly equivalent to New Zealand's annual consumption, supporting sectors like oil, steel and aluminium production. അപ്പോൾ ഏകദേശം UAEയുടെ ഇലക്ട്രിസിറ്റി നീഡ്സിന് 25% സപ്ലൈ ചെയ്യാൻ ഈ ഒരു പവർ പ്ലാന്റ് കൊണ്ട് പറ്റും. 4 റിയാക്ടറുകൾ ചേർന്നതാണ് ഈ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഈ 25% UAEയുടെ എനർജി ആവശ്യം എന്ന് പറയുന്നത് ഏകദേശം ന്യൂസിലൻഡിന്റെ മൊത്തം ഒരു വർഷത്തെ കൺസംഷനോട് ഇക്വലന്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ UAEയുടെ പ്രധാനപ്പെട്ട ഓയിൽ, സ്റ്റീൽ, അലുമിനിയം പ്രൊഡക്ഷൻ സെക്ടേഴ്സിനാണ് ഈ ഒരു പ്ലാന്റ് കൊണ്ട് പ്രധാനമായിട്ടുള്ള ഉപകാരം ഉണ്ടാവുക. എൻ്റെ ലൊക്കേഷൻ വരുന്നത് അൽ ദഫ്ര, അബുദാബി. ദ പ്ലാന്റ് ഇസ് എ കീ part of UAE's strategies to diversify energy resources and achieve net zero emissions. അതായത് കാർബൺ എമിഷൻ കുറച്ചിട്ട് എനർജി റിസോഴ്സസുകൾ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിന്റെ ഭാഗം കൂടിയാണ് ഈ അൽ ദഫ്രയിൽ, അബുദാബിയിലെ അൽ ദഫ്രയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പവർ പ്ലാന്റ്. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ കൺട്രീസ് ഗോൾ ഓഫ് 50% റിന്യൂവബിൾ എനർജി ബൈ 2050. 2050 ആവുമ്പോഴേക്കും റിന്യൂവബിൾ എനർജി ആയിരിക്കണം 50% ഉപയോഗിക്കേണ്ടത് എന്ന് ഒരു ഗോൾ വെച്ചിട്ടുണ്ട് UAE. അപ്പോൾ ആ ഒരു ഗോളിന്റെ നേരേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൂടിയാണ് ഈ ബറക്ക ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എനിമി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. എന്താണ് കാര്യം നോക്കാം. ദ എനിമി പ്രോപ്പർട്ടി ആക്ട് ഓഫ് 1968 ഡിഫൈൻസ് എനിമി ആസ് എ കൺട്രി ആൻഡ് ഇറ്റ്സ് സിറ്റിസൺസ് എൻഗേജ്ഡ് ഇൻ എക്സ്റ്റേണൽ അഗ്രഷൻ എഗെയിൻസ്റ്റ് ഇന്ത്യ സച്ചസ് പാകിസ്ഥാൻ ആൻഡ് ചൈന. അതായത് ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യം, അവിടുത്തെ ജനങ്ങൾ, അതായത് ഇന്ത്യക്കെതിരെ എക്സ്റ്റേണൽ അഗ്രഷൻ, പുറത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഇന്ത്യയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ആരും, അതൊരു രാജ്യം, ആ രാജ്യത്തെ സിറ്റിസൺസോ, അവരൊക്കെ നമ്മളെ എനിമി ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഏത് ആക്ടിന്റെ അണ്ടറിൽ? 1968 എനിമി പ്രോപ്പർട്ടി ആക്ടിന്റെ അണ്ടറിൽ. അപ്പൊ എനിമി എന്നാൽ ഇതാണ്. ഇനി എന്താണ് എനിമി പ്രോപ്പർട്ടി? എനിമി പ്രോപ്പർട്ടി റിഫേഴ്സ് ടു അസറ്റ്സ് ഓൺഡ് ബൈ ഓർ മാനേജ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ആൻ എനിമി. അതായത് ഒരു എനിമിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു എനിമി ഓൺ ചെയ്യുന്ന എന്ത് അസറ്റും നമ്മുടെ ഇന്ത്യയിലെ എനിമി പ്രോപ്പർട്ടീസ് ആയിട്ടാണ് റെഫർ ചെയ്യുന്നത്. 2017 amendment expanded the definition to include legal heirs or successors of enemies regardless of their citizenship and enemies who have changed nationalities. അതായത് ഈ എനിമി പ്രോപ്പർട്ടീസ് ആക്ട് 2017 അമെൻഡ് ചെയ്തപ്പോൾ എനിമിയുടെ ഡെഫിനിഷനിൽ അവർ മാറ്റം വരുത്തി. അതിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എനിമിയുടെ ലീഗൽ ഹയേഴ്സ് അല്ലെങ്കിൽ അവരുടെ സക്സസേഴ്സ്, അവരുടെ പിൻതലമുറക്കാർ, അവരും എനിമി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അവരുടെ സിറ്റിസൺഷിപ്പ് ഏതാണെന്നും നമ്മൾ നോക്കില്ല. അതുപോലെ അവർ നാഷണാലിറ്റി ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യമില്ല, അവരെ നമ്മൾ എനിമീസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. The Act authorizes the custodian of enemy property of India under the Ministry of Home Affairs to manage, preserve, control and sell these properties. അപ്പോൾ നമ്മളുടെ ഈ ഒരു ആക്ട് അനുസരിച്ച് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ കസ്റ്റോഡിയൻ ഓഫ് എനിമി പ്രോപ്പർട്ടീസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട്. അപ്പോൾ അവർക്കാണ് ഈ എനിമി പ്രോപ്പർട്ടീസ് മാനേജ് ചെയ്യുക, അത് പ്രിസർവ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, സെല്ല് ചെയ്യുക എന്ന് പറയുന്നതിനുള്ള അധികാരം ഈ ഒരു ആക്ട് കൊടുത്തിരിക്കുന്നത് ഇവർക്കാണ്. കസ്റ്റോഡിയൻ ഓഫ് എനിമി പ്രോപ്പർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പൊസിഷനാണ് ഈ ഒരു അധികാരം കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇത് ന്യൂസിൽ വരാൻ കാരണം മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന പർവേസ് മുഷറഫിന്റെ ഫാമിലിയുടെ ഒരു പ്രോപ്പർട്ടി ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോപ്പർട്ടി
അതൊരു എനിമി പ്രോപ്പർട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്, ഡിക്ലെയർ ചെയ്തിരുന്നത്. അത് റീസെൻ്റ്ലി ഓപ്ഷൻ ചെയ്ത് ഏകദേശം 1.38 crore കിട്ടി എന്നുള്ളതാണ് ന്യൂസ്. അപ്പോൾ അപ്പോഴാണ് ഈ എനിമി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ന്യൂസിൽ വന്നത്. 13 ബീഗ ഫാം ലാൻഡ് ഇൻ UP declared enemy property linked to former Pakistan President Pervez Musharraf's family was auctioned for rupees 1.38 crore. 1.38 കോടിക്കാണ് അത് ഓപ്ഷൻ ചെയ്ത് പോയത്. ശരിക്കും അതിൻ്റെ ഒരു വില അവിടുത്തെ ഒരു ഇത് വെച്ച് 39 ലക്ഷം രൂപ വരെ വിലയുള്ളൂ. പക്ഷെ അത് ലേലത്തിൽ വെച്ച് 1.38 crore പോയി ആ ഒരു എനിമി പ്രോപ്പർട്ടി എന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു ടേമും അതുമായി ബന്ധപ്പെട്ട് ഈ ആക്ടിനെയും കുറിച്ച് മനസ്സിലാക്കുക. അടുത്ത് സ്വച്ഛ് ഭാരത് മിഷനെ കുറിച്ചിട്ട് അടുത്തിടെ വന്നൊരു റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്വച്ഛ് ഭാരത് മിഷൻ വാസ് ലോഞ്ച്ഡ് ഓൺ October 2, 2014 ടു ഫുൾഫിൽ ദ വിഷൻ ഓഫ് എ ക്ലീനർ ഇന്ത്യ ബൈ October 2, 2019. അതായത് 2019 ഒക്ടോബർ 2 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ക്ലീനർ ഇന്ത്യ ആക്കണം എന്നുള്ളൊരു വിഷനോട് കൂടി കൊണ്ടുവന്നിട്ടുള്ളൊരു പ്രോഗ്രാമാണിത്. 2014 ഒക്ടോബർ 2 ഇത് ലോഞ്ച് ചെയ്യുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് മിഷൻ വാസ് ടു എലിമിനേറ്റ് ഓപ്പൺ ഡെഫിക്കേഷൻ. ഓപ്പൺ ഡെഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവായിട്ടുള്ള സ്ഥലത്ത് മലമൂത്ര വിസർജനമൊക്കെ ചെയ്യുന്നത് എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ഡെഫിക്കേഷൻ എലിമിനേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മാനുവൽ സ്കാവെഞ്ചിങ്, അതായത് ഈ മനുഷ്യന്മാരൊക്കെ ഈ ഓടകളും അതും ഇതൊക്കെ വൃത്തിയാക്കാനായിട്ട് ഇറങ്ങുന്ന ആ ഒരു പ്രവൃത്തി അത് ഇറാഡിക്കേറ്റ്, അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. പിന്നെ അതുപോലെ പ്രൊമോട്ട് സയന്റിഫിക് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, സോളിഡ് വേസ്റ്റ് മാനേജ് ചെയ്യാൻ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് കൊണ്ടുവരണം. ഇതൊക്കെയായിരുന്നു ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഈ ഒരു മിഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. A study published in the Nature journal by International Food Policy suggests that SBM has led to significant reduction in infant deaths by improving sanitation. അപ്പോൾ ഇന്റർനാഷണൽ ഫുഡ് പോളിസിയുടെ കീഴിലുള്ള നേച്ചർ എന്ന് പറയുന്ന ജേണലിൽ പബ്ലിഷ് ചെയ്ത ഒരു റിപ്പോർട്ട് പ്രകാരം ഇത്രയും നാളുകളായിട്ടുള്ള ഈ ഒരു സ്വച്ഛ് ഭാരത് മിഷന്റെ പ്രവർത്തനം കാരണം ഈ കുട്ടികളിൽ ഉണ്ടാവുന്ന മരണനിരക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റി എന്നാണ് പറയണത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ സാനിറ്റേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റി. അത് കാരണം ഇൻഫാന്റ് ഡെത്ത്സ് കുറച്ചു കൊണ്ടുവരാൻ പറ്റി. The study revealed that districts with over 30% toilet coverage under SBM experienced a reduction of 5.3 in the infant mortality rate and 6.8 in under 5 mortality rate per 1000 live birth. അതായത് 1000 ലൈവ് ബർത്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് 5.3 5 വയസ്സിന് താഴെയുള്ള മോർട്ടാലിറ്റി റേറ്റ് 6.8 വരെ കുറയ്ക്കാനായിട്ട് പറ്റി. എങ്ങനെയുള്ള സ്ഥലങ്ങളിൽ? ഈ പറയുന്ന സ്വച്ഛ് ഭാരത് മിഷന്റെ അണ്ടറിൽ 30%-ലധികമെങ്കിലും ടോയ്ലറ്റ് കവറേജ് ഉള്ള ജില്ലകളിൽ ഈ രീതിയിൽ നമുക്ക് ഈ ശിശുമരണ നിരക്ക് കുറയ്ക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ് അച്ചീവ്മെന്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ സ്വച്ഛ് ഭാരത് മിഷന്റെ ഇത്രയും കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു സെനാരിയോയിൽ മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് ആ ഒരു അതോറിറ്റി എന്ന് നോക്കാം. NTCA is the apex body responsible for tiger conservation. Recently issued directives urging 19 states to prioritize the relocation of villagers residing in core tiger zones. അതായത് ഇപ്പോൾ ഈ അടുത്തിടെ NTCA ഒരു പുതിയൊരു ഡയറക്റ്റീവ് പുറത്തിറക്കുകയാണ്. ഏകദേശം ഇന്ത്യയിലെ 19ഓളം സംസ്ഥാനങ്ങളിലുള്ള കോർ ടൈഗർ സോണുകളിൽ താമസിക്കുന്ന വില്ലേജേഴ്സിനെ അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യണം. അതായത് അവരവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒരു ഡയറക്റ്റീവ് NTCA പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. ദ കോർ സോൺ റെഫേഴ്സ് ടു ദ പാർട്ട് ഓഫ് ടൈഗർ റിസർവ് വെയർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ച് എസ് ഹണ്ടിങ് ആൻഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് അലോക്കേഷൻസ് ആർ പ്രൊഹിബിറ്റഡ് ആൻഡ് ട്രൈബൽസ് കനോട്ട് റിസൈഡ്. അപ്പൊ കോർ ടൈഗർ സോൺ എന്നുള്ളത് ഈ ടൈഗർ റിസർവിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ ഈ വേട്ടയാടൽ, അതുപോലെ തന്നെ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, അതായത് വനത്തിൽ നിന്നുള്ള ഓരോ സാധനങ്ങളൊക്കെ ശേഖരിക്കുന്ന ആ ഒരു പ്രോസസ്സ്, ഇതൊക്കെ കംപ്ലീറ്റ്ലി എന്താണ്, പ്രൊഹിബിറ്റഡ് ആണ്. ഇവിടെ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ അവിടെ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ താമസിക്കാനും പാടില്ല. അതിന് കംപ്ലീറ്റ് റെസ്ട്രിക്ഷൻ ഉള്ള ഏരിയ ആണ് ഈ കോർ ടൈഗർ സോൺ എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് ദ കോർ സോൺ ഇസ് ബഫർ സോൺ വെയർ സർട്ടൈൻ ആക്ടിവിറ്റീസ് ആർ അലൗഡ് ബട്ട് റെഗുലേറ്റഡ്. ഈ കോർ സോണിന്റെ പുറത്ത് ബഫർ സോൺ ഉണ്ട്. അവിടെ ചില ആക്ടിവിറ്റീസ് ഒക്കെ നടത്താം, പക്ഷെ എന്നാൽ അതിനും റെഗുലേഷൻസ് കാണും.
It is a statutory body under Ministry of Environment, Forest and Climate Change, constituted under Wildlife Protection Act of 1972 and chaired by the Minister for Environment and Forest. അപ്പോൾ ഈ NTCA എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972 വഴി ഫോം ചെയ്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ ഒരു ആക്ട് വഴി ഫോം ചെയ്തതാണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ അതുകൊണ്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972 വഴി ഫോം ചെയ്ത അതോറിറ്റിയാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ? മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അതുകൊണ്ട് ആ ഒരു മിനിസ്ട്രിയുടെ ഹെഡ് ആയിട്ടുള്ള മിനിസ്റ്റർ ആയിരിക്കും ഈ ഒരു അതോറിറ്റി ചെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ശനി അഥവാ സാറ്റേൺ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ റിങ്ങുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ 2025 മാർച്ചിൽ കുറച്ച് നാളുകളിലേക്ക് ഈ ഒരു റിങ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഡിസപ്പിയർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് കാര്യം നോക്കാം. Saturn's iconic rings will disappear from view in March 2025 due to the planet's axial tilt, which will align the ring edge-on from the Earth's perspective. This phenomenon, known as an equinox, happens twice during Saturn's 29.5 year orbit around the Sun. അതായത് ഭൂമിയിൽ നിന്നുള്ള പെർസ്പെക്റ്റീവ്, അതായത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ പറയുന്ന സാറ്റേണിന്റെ ആക്സിയൽ ടിൽറ്റ് കാരണം ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാറ്റേണിന്റെ റിങ്സ് മാർച്ച് 2025 കാണാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ആ സമയത്ത് ഇവിടെ നോക്കുമ്പോൾ അത് ഡിസപ്പിയർ ആയിരിക്കും. ഈ ഒരു പ്രതിഭാസത്തിന് ഇക്വിനോക്സ് എന്ന് നമുക്ക് പറയാം. ഈ സാറ്റേൺ സൂര്യനെ ചുറ്റുമ്പോൾ ഉണ്ടാവുന്ന ഒരു 29.5 വർഷത്തിൽ ഒരിക്കലാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം സംഭവിക്കുന്നതെന്നാണ് പറയണത്. At these times, both the Saturn's hemisphere receive equal sunlight. ഈ രണ്ട് സ്ഥലത്തും, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും എന്താ ഒരേ സൺലൈറ്റ് ആയിരിക്കും ഈ ഒരു സമയത്ത് ലഭിക്കുക സാറ്റേണിൽ, കോസിങ് ദ റിങ്സ് ടു ബിക്കം നിയർലി ഇൻവിസിബിൾ വെൻ ഒബ്സർവ്ഡ് ഫ്രം എർത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു റിങ് ഇൻവിസിബിൾ ആയിരിക്കും. ഹവോവർ ദ റിങ്സ് ആർ നോട്ട് ഗോൺ forever. They will reappear later in 2025 as Saturn continues its orbit. അതായത് ഇത് പെർമനന്റ് ആയിട്ട് നമുക്കിത് കാണാണ്ടാവുകയല്ലേ ചെയ്യണത്. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2025 ബാക്കി സമയത്തേക്ക് പോകുമ്പോൾ ഇത് പതുക്കെ വിസിബിൾ ആയിട്ട് തുടങ്ങും. ഈ ഒരു സാറ്റേൺ ഇതിന്റെ ഒരു ഭ്രമണം അല്ലെങ്കിൽ സൂര്യനെ ചുറ്റുന്നത് പിന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞത് നമുക്ക് കാണാനായിട്ട് പറ്റും. This rare occurrence was first noted by Galileo in 1600s with his early telescope. ഈ ഒരു ഫിനോമിന ആദ്യമായിട്ട് കണ്ടത് 1600-കളിൽ ഗലീലിയോ തന്റെ ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നിരീക്ഷണം നടത്തിയപ്പോഴാണ് ഈ ഒരു ഒക്യുറൻസ് ആദ്യമായിട്ട് കണ്ടത്. Saturn's rings are vast thin structure made mostly of ice, dust and rock particles that orbit around the planet. അതായത് പ്ലാനറ്റിന് ചുറ്റും, ഈ ഒരു പ്ലാനറ്റിന് ചുറ്റുമുള്ള കുറെ ഐസും ഡസ്റ്റും റോക്ക് പാർട്ടിക്കിൾസ് ഒക്കെ ചേർന്നുണ്ടാക്കുന്ന ഒരു തിൻ സ്ട്രക്ചർ ആണ് എന്ത്, ഈ സാറ്റേണിന് ചുറ്റുമുള്ള റിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. നിങ്ങൾക്ക് ഒരു കറണ്ട് അഫയേഴ്സ് ഹെൽപ്ഫുൾ ആവുന്നെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോഴത്തെ LDC ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സും ഫാക്റ്റും ഒരുപോലെ ലിങ്ക് ചെയ്തിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ പഠിച്ചിട്ട് കാര്യമില്ല, ഈ രീതിയിൽ എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.